തോറ്റാല് തോറ്റെന്ന് അംഗീകരിക്കുക. ജയിച്ചോനെ MP ആൻ പറ്റുള്ളൂ, ജയിച്ചോനെ MLA ആൻ പറ്റുള്ളൂ. പിന്നെ വെറുതെ അതും ഇതൊക്കെ പറയേണ്ട കാര്യം. നിങ്ങളൊരു കാര്യം വെച്ച സഹാക്കളെ, നിങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കി ഒന്ന് നിങ്ങളുടെ സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, വളരെ മോശമായ പോലീസ് നയങ്ങൾ, മാധ്യമ വേട്ട, സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ, പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ, SFIയുടെ അക്രമാസക്ത രാഷ്ട്രീയം, സിദ്ധാർത്ഥന്റെ കൊലപാതകം, വിമർശനങ്ങളോടുള്ള അശ്രദ്ധ, മത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുന്നുള്ള ശ്രമങ്ങൾ, ഇതൊക്കെയാണ് തോൽക്കാകുന്ന. പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അജ്ജോസും കുടുംബം PK ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് ലിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം, രാജഗോപാലൊക്കെ ഒന്ന് പറയണം. ഇതാണ് പഠിക്കേണ്ടത്. വെറുതെ പറഞ്ഞിട്ട് വോട്ടിന്റെ കണക്ക്. ഞാൻ ചോദിക്കട്ടെ, 75 കൊല്ലം ഭരിച്ച കോൺഗ്രസ് അവരങ്ങനെ ഒന്നായിട്ട് പോയി തോറ്റുപോയി, 50 സീറ്റ് പോയി, 100 സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു. 100 സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു. ഇങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ. സാറിന്റെ നാട്ടിലെ 2-3 സഖാക്കളാണ് മനസ്സിലാക്കാൻ ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവാണ്. എന്ത് ചോദിച്ചു, ഞങ്ങളുണ്ടെങ്കിൽ ഇന്ത്യ ഉണ്ടാവുള്ളൂ, പോയി കാണട്ടെയാണ്. മടങ്ങി വന്നപ്പോ തെരഞ്ഞെടുപ്പ് പോയപ്പോ ഇവര് സഖാക്കൾക്ക് ബോധ്യായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ളൂ. എടുത്ത് ഇവർ നന്നായിട്ട് ടൂർ പോകട്ടെ. കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ളൂ, നിങ്ങളുടെ എവിടെ ഉണ്ടാകാനാ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിങ്ങനെ കോൺഗ്രസിനെ പറയുന്നുണ്ടല്ലോ, നിങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള്, നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര? തോറ്റിട്ട് 15 കൊല്ലമായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക്, ഒരു സീറ്റ് ലോക്സഭയ്ക്കുള്ള. എന്താ നിങ്ങൾ CPM മനസ്സിലാക്കി? ആ CPIന്റെ ബുദ്ധി നിങ്ങൾക്കില്ലല്ലോ. കിണ്ട മുട്ടല്ലേ പിണറായിക്ക്, ഇങ്ങനെ കിണ്ട മുട്ടല്ലേ? എന്തെങ്കിലും പറയണോ? മുഖസ്തുതി അല്ലാതെ നിങ്ങളുടെ പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ? നവകേരള സദസ് പാർട്ടി വിലയിരുത്തി സംതൃപ്തി, ജനങ്ങളുമായി സംവാദം, അതാണ് ഇങ്ങൊക്കെ ഒറ്റ സീറ്റ്. അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് 20,000 വോട്ട് ചെയ്തത്. ബാക്കിയൊക്കെ അവിടെ പോയില്ലേ? അതാണ് നവകേരള സദസ്. അത് ശരിയാണ്. ആ ബസ് ഞങ്ങളൊക്കെ അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും. എന്തിനാണോ? ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും. അല്ല എന്തെങ്കിലും പറയാം, നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ എനിക്ക് ചോദിക്കട്ടെ CPMമാരോട്, നാളെ നമ്മളെ കൊടിനെ പറ്റി പറഞ്ഞു ആര്? എന്റെ യുവ സുഹൃത്ത് നമ്മളെ കൊടിനെ പറ്റി. ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാപ്പി, വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങളെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതിന് ശേഷം ഇയാൾ പാകിസ്ഥാനിലാണ് വന്നതെന്ന് ചോദിച്ച് നാടല്ലാത്ത ഉടുപ്പില്ലാത്ത ഉടുപ്പിനകത്ത് മലയാളത്തിൽ ഉടുപ്പിനൊന്നുമില്ല സർ. ഉടുപ്പറ മലയാളത്തിൽ ഉണ്ടാക്കി വെച്ച ഭാഷയല്ലേ ഞാൻ ഉണ്ടാക്കിയത്? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങളെന്തിനാ ഞങ്ങളെ പാർട്ടിന്ന് ആരെങ്കിലും പോകുമ്പോ ഇങ്ങളെന്തിനാ ഈ ബോധ്യപാഠം പിറ്റ് പോട്? ഇങ്ങളൊരു പാർട്ടിയല്ലേ? ഏതെങ്കിലും ബോധ്യന്മാര് മുസ്ലിംമാര് ആരെങ്കിലും പോയപ്പോ ഓരെ പോയിക്കാട് എന്തിനാ ഈ തൊക്കണ്? നിങ്ങൾ CPM എന്നൊരു പാർട്ടിയല്ലേ? ഒരു അന്തസ് വേണ്ടേ? ഏറ്റവും ഭൂരിപക്ഷം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടിയല്ലേ? ഇല്ല മോദിയന്മാരെ പോയി തക്ക. പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യുന്നത്? പൗരത്വത്തിന് പോയി മൂപ്പിന് പള്ളിക്കല കത്തി പറ്റിയ അവിടെ പോയിക്കാണ്ട് എല്ലായിടത്തും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് പൗരത്വം നടപ്പിലാക്കില്ല. എന്ത് അത് കേന്ദ്രം നടപ്പാക്കണ്ടേ? നിങ്ങൾക്ക് എന്താ കഴിയാ? വെറുതെ ഞാനിങ്ങനെ പള്ളിക്കല കത്തിമാർ മാതിരിക്കുന്ന സമുദായത്തിന്റെ വക്താക്കളായി പ്രസംഗിക്കുക. ഒരൊറ്റ വോട്ടിട്ടോ പൊന്നാരി നിങ്ങളത് കൊണ്ടേ നിർത്തിയാലോ? എന്താ ഉണ്ടായത്? എന്നിട്ടോ നമ്മളെ നിങ്ങൾ കണ്ണൂർക്കാരത് മനസ്സിലാക്കണം. കണ്ണൂർ ജില്ലാ CPMന്റെ സെക്രട്ടറി ബഹുമാനായ MP ജയരാജൻ നമ്മുടെ സുഹൃത്താണ്. പക്ഷെ എന്താ ചെയ്യാ, ഈ തിരുവമ്പാടി മണ്ഡലത്തിലാണല്ലോ മുക്കം, അവിടെ പോയിട്ട് ഒരു മൂല്യരെ കാണാനേ തെരഞ്ഞെടുപ്പിൽ സഹായിച്ച് നന്ദി പറയാതെ ഞാൻ റൂട്ട് തെറ്റി ആ ലീഗാരനോടെ ചോദിച്ച് നമ്മളാൾക്കാർ ഫോട്ടോ എടുത്ത് അവിടെ പോയി. എന്തിനാ ഇതൊക്കെ പോണ്? നിങ്ങൾ എന്തിനാ അതിനൊക്കെ പോണ്? ഈ മോനെമാരെ പിന്നെ നിങ്ങൾ നടക്കണം. എന്നാലും ഞങ്ങൾ സാധാരണ ഞങ്ങളെ കൗമിന് ഇതൊക്കെ അറിയാം, നിങ്ങളെ ഈ ഏറ്റത്താപ്പ് തരം നിങ്ങൾ എവിടെയാ പോകാത്ത? പിന്നെ ഇളവരം കരീം സ്ഥാനാർത്ഥി കരീം മുസ്ലിം വേറെ പണിയൊന്നും ഇളവരം കരീമിനാണ് പോരെ. എന്തിനാ പോയത്? തോറ്റത്ത് ഒന്ന് പറയണം. അവിടെ എല്ലാവരെയും ബന്ധങ്ങൾ മനസ്സിലല്ല നിങ്ങള്, ഒന്നിനെ നമ്മൾ തമ്പുരാനല്ല നിങ്ങള്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, അവിടെ പോയിട്ട് കരീം ഹിന്ദു വേലത്ത് പോയിട്ട് ഇളവരം കരീം വേറെ പണി ഇങ്ങോട്ടാണ് നിങ്ങൾ പാർട്ടി എന്ന് പറയുന്നത്. എവിടെ നിങ്ങൾ നന്നാകുക? നിങ്ങൾ നന്നാകണം. കോൺഗ്രസ് നിങ്ങൾ ആലോചിച്ച് നോക്കി, 100 സീറ്റ് കിട്ടി, 52. നിങ്ങൾക്ക് 52 ആൾക്കാർ ഇടതുപക്ഷത്തിന് പാർലമെന്റ് ഉണ്ടായില്ലേ? ഇപ്പൊ എന്തായാലും നിങ്ങൾ ജയിച്ചത് എവിടെയാ? ഇവിടെ നമ്മൾ തമ്മിൽ ഫൈറ്റാ. ഇവിടെ നമ്മൾ രാഷ്ട്രീയമായിട്ട് നമ്മൾ എതിരാളികളാണ്. നിങ്ങൾ മെലിഡിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങളെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരു കാര്യത്തില്ല. നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ കണ്ട് തകരാറ് വെച്ചാൽ ഒരു പക്വതയില്ല. ഇതൊക്കെ മാതിരി പക്വത നിങ്ങൾക്ക് ഉണ്ടാകണം. അതാണ് അത് ഉണ്ടാകണം.
നിങ്ങളെ എന്താ വെച്ചാൽ ഒരു സംഗതി പഠിക്കൂല, വെറുതെ കയറി കാണിക്കാം. ഒരു കമ്മിറ്റി, CPM കമ്മിറ്റി ഒക്കെ മുമ്പൊക്കെ പറഞ്ഞാൽ എന്താ 72 മണിക്കൂർ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പൊ എന്താ നിങ്ങൾക്ക് ഇല്ലത്? ചോദിച്ചത് അത് ഗോവിന്ദ ഭാഷ റിപ്പോർട്ട് ചെയ്യും, CM ഒന്ന് റിപ്പോർട്ട് ചെയ്യും, യെസ് തലക്കുരിക്കാട് പോരും, 2 ദിവസം മീറ്റിംഗ് ആണ്, പിറ്റേന്ന് പത്രത്തിൽ വൈകുന്നേരം 4 മണിക്ക് പിരിഞ്ഞു. അപ്പൊ ചർച്ചല്ല. നിങ്ങൾ റിയാലിറ്റിക്ക് വരണം. ഇങ്ങനെ പരാജയപ്പെടില്ല, നമുക്ക് സങ്കടമുണ്ട്. കുറച്ച് അത്യാവശ്യ ചില പടങ്ങളൊക്കെ ഉണ്ട്, പകുതികൾ മോശം, അതിന് നിങ്ങൾക്കില്ല തകരാറ്. പിന്നെ കാലികറ്റ് വെച്ചിട്ട് നിങ്ങൾ ആ SFI-നെ ഒന്ന് തലക്കൃതം, നിങ്ങൾക്ക് പരാജയം. ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയപ്പോ സിദ്ധാർത്ഥന്റെ നിങ്ങളത് മനസ്സിലാക്കണ്ടേ, നിങ്ങളതിനെ എല്ലാ ക്രിമിനലുകളും താകിടുന്നത്